മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? ഇല്ല. അമൃതയൊന്ന് വിളിച്ചാ മതി, അവക്കറിയാം എന്നെ. അയ്യോ, ഇതെന്താ ഇങ്ങോട്ട് വന്നേ? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കാത്ത സംഭവിച്ചാ വന്നല്ലേ പറ്റൂ. ആ മോളെ, ഇത് അഭിമന്യുവിന്റെ അമ്മയാ. വല്യച്ഛ പറഞ്ഞില്ലേ അന്ന് ക്ഷേത്രത്തിൽ വെച്ച് കണ്ടൂന്ന്. അമ്മ അകത്തേക്ക് വാ. വേണ്ട, ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോകുന്നേ ഉള്ളൂ. നിന്നെ കല്യാണം കഴിക്കാൻ എന്റെ മോൻ ആഗ്രഹിച്ചു എന്നുള്ളത് നേരാ. എന്ന് വെച്ച് നീ അവനൊരു ഒഴിയാ ബാധ്യതയാവരുത്. ബാധ്യതയോ? ഞാനെങ്ങനെ ബാധ്യതയാവും? ഞാനൊരു ബുദ്ധിമുട്ടിനും വന്നിട്ടില്ലല്ലോ. ബുദ്ധിമുട്ടിക്കാൻ വന്നത് നീയല്ല, നിന്റെ രണ്ടാനമ്മയോ അവരുടെ അനിയനോ. അവരമ്മയെ കാണാൻ വന്നിരുന്നോ? എന്റെ വീട്ടിൽ കയറി വന്ന് ഭീഷണിപ്പെടുത്തിയ പിന്നെ കാണാതിരിക്കൂ. എന്റെ മോനില്ലാത്ത നേരത്ത് കയറി വന്ന് നിന്റെ രണ്ടാനമ്മയോ ആങ്ങളെയും ഞങ്ങളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ഒന്നും ഞാൻ അഭിമന്യുവിനെ അറിയിച്ചിട്ടില്ല. അറിയിച്ചാ പിന്നെ അതിന്റെ പേരിൽ ചെന്ന് അവൻ വഴക്കുണ്ടാക്കും. ദേ, വെറുതെ എന്റെ മോനെ ഇതിലേക്കൊന്നും വലിച്ചഴിക്കരുത്. ഞങ്ങൾ സ്വസ്ഥമായിട്ടൊന്ന് ജീവിച്ചോട്ടെ. അവര് വന്നതൊന്നും എന്റെ അറിവോടെ അല്ല. അതെ ആന്റി, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, അവരുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. രണ്ടാമതവരെ കെട്ടിയത് മുതല് ഞങ്ങളുടെ അച്ഛനെ ഞങ്ങൾ ഉപേക്ഷിച്ചതാ. അതൊക്കെ നിങ്ങളുടെ കാര്യം. എനിക്ക് എന്റെ മോന്റെ ജീവിതമാ പ്രധാനം. അവനൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ പോവുക. ബുദ്ധിമുട്ടിക്കരുത്. അത് പറയാൻ വേണ്ടി മാത്രമായിട്ടാ ഞാൻ വന്നത്. അപ്പോ പറഞ്ഞതെല്ലാം മനസ്സിലായല്ലോ? ഞാൻ ഒരിക്കലും അഭിമന്യുവിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. എനിക്ക് ഒരുപാട് കടപ്പാടും ബഹുമാനവും ഉള്ള ആളാ അഭിമന്യു. ആപത്തിൽ കൂടെ നിന്ന ആള്. പക്ഷേ ഇനി ഒരിക്കലും ഒരു സഹായത്തിനും ഞാൻ അഭിമന്യുവിനെ വിളിക്കില്ല. എന്റെ ഒരു കാര്യത്തിൽ ഇടപെടാൻ അഭിമന്യുവിനെ ഞാൻ സമ്മതിക്കുകയില്ല. അമ്മ സമാധാനമായിട്ട് പൊയ്ക്കോളൂ. ഇതുപോലെയൊക്കെ പഴി കേൾക്കണം. അച്ഛന്റെ ആ കലാവതിയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ ഒന്നുകൂടെ ചെല്ല്. ഞങ്ങൾ ഉറച്ച ചില തീരുമാനങ്ങൾ എടുക്കാൻ പോവാ. അതിനു മുൻപ് സുമേഷേട്ടനോടും കൂടി ഒന്ന് സംസാരിക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ടാ കാണണമെന്ന് പറഞ്ഞത്. എന്താ അംബിക മാമി വന്ന് കുറച്ചധികം കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. കൂടാതെ ആ കലാവതി പറഞ്ഞ കാര്യങ്ങളിൽ സത്യമുണ്ടെന്ന് പിന്നീടുള്ള അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അല്ല, നിങ്ങൾ എന്തിനെ കുറിച്ചാ പറയുന്നേ? അല്ല, ആരാ നിങ്ങൾ ഈ പറയുന്ന ഞങ്ങൾ? ഞങ്ങളെന്ന് പറഞ്ഞ അമൃതേച്ചി ഒഴികെ ഞങ്ങൾ 4 പേര്. അല്ല, നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? അമൃതേച്ചിയുടെ നല്ല ജീവിതത്തിന് ഞങ്ങൾ ഒരു തടസ്സമാണോ? ഞങ്ങളെ തീർത്ത് ഒഴിവാക്കണമെന്ന് ചേച്ചി തീരുമാനിച്ചോ? അമൃതേച്ചി അത് ആഗ്രഹിക്കുന്നുണ്ടോ? സുമേഷേട്ടൻ എന്താ ഒന്നും പറയാത്തത്? പറഞ്ഞാ നിങ്ങൾക്ക് വിഷമാവില്ലേ? പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും വിഷമം മനസ്സിൽ കെട്ടിക്കിടക്കും. അതുകൊണ്ട് പറയേ. അങ്ങനെ ഒരു ആഗ്രഹമൊന്നും അമൃത പറഞ്ഞില്ല. പക്ഷേ അവളുടെ മനസ്സിലതുണ്ട്.